മക്കളെ, നമ്മൾ സ്റ്റേറ്റ് സിലബസ് ക്ലാസ് 10-ലെ ആദ്യത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ സമാന്തര ശ്രേണികൾ. നമ്മുടെ 10ാം ക്ലാസ്സിലെ ചാപ്റ്ററുകളിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. അതോടൊപ്പം തന്നെ സാറ് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ് അരിത്തമാറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടേംസ് ഉണ്ട്, കുറേ കോൺസെപ്റ്റുകളുണ്ട്, ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. ആ കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് പറഞ്ഞുതരാം. നമ്മളെപ്പോഴും മാത്തമാറ്റിക്സിലെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നത് തിയറി ആയിട്ടല്ല, ചുമ്മാ തിയറി ആയിട്ട് പഠിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഫിസിക്സിലാണെങ്കിൽ നമ്മളൊരു ഡെഫിനേഷൻ പറയുന്നു, എ ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻഡ് അൺടിൽ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ്. സർ ഐസക് ന്യൂട്ടൻ്റെ ഒരു ഡെഫിനിഷൻ. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഡെഫിനിഷൻ പഠിക്കുന്നു, അതിനുശേഷമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യുന്നത്. പക്ഷേ മാത്തമാറ്റിക്സിൽ അങ്ങനല്ല. മാത്സിൽ ഓരോ കോൺസെപ്റ്റുകളും ഓരോ പ്രോബ്ലം ചെയ്തുകൊണ്ട്, ഓരോ കണക്കുകൾ ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ ആ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാവും. മക്കളൊക്കെ സാറിൻ്റെ മാർക്ക് കണ്ടു കാണും. സാറിന് 10ാം ക്ലാസ് വരെ കിട്ടിയ മാർക്കൊക്കെ വളരെ കുറവായിരുന്നു. സാർ 8ാം ക്ലാസ്സിലെ 10 മാർക്ക്, അതാണ് സാറിന് കിട്ടിയ ഏറ്റവും സ്കൂളിൽ കിട്ടിയ മാർക്ക്. 10 മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ 50-ൽ 10 എന്നൊക്കെ പറയുമ്പോൾ 20% ആയിട്ടുള്ളൂ. പക്ഷേ സാറ് പ്രൈവറ്റായിട്ട് വീട്ടിലിരുന്ന് പഠിച്ച് ഒരു അധ്യാപകരുടെ പോലും സഹായമില്ലാതെ റാങ്ക് വാങ്ങിച്ചു. അത് സാറിൻ്റെ ഒരു ട്യൂഷൻ ടീച്ചർ സാറിനൊരു കറക്റ്റ് മെത്തേഡ് പറഞ്ഞു തന്നു, ഒരു പഠന രീതി സാറിന് പറഞ്ഞു തന്നു. ഈ പഠന രീതിയാണ് സാറിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കോൺസെപ്റ്റുകൾ പഠിക്കുമ്പം സാർ ഓരോ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് മക്കൾക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് സാർ കോൺസെപ്റ്റുകളെല്ലാം പറയുന്നത്. ഇവിടെ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള കുട്ടികൾക്ക്, സ്റ്റേറ്റ് സിലബസിലെ ഇംഗ്ലീഷ് സ്റ്റുഡൻസിനും മലയാളം സ്റ്റുഡൻസിനും സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. കാരണം രണ്ടും കൂടിയാണ് സാർ മിക്സ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ആ മലയാളം വേർഡ്സ് കൂടി മനസ്സിലാവും, അതുപോലെ മലയാളം മീഡിയം കുട്ടികൾക്ക് ഇംഗ്ലീഷ് വേർഡ്സ് കൂടി മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും മക്കൾ സാറിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസസ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നിന്നും നമുക്ക് നല്ലൊരു സ്കോർ ചെയ്യാനായിട്ട്, നമ്മുടെ SSLC പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ്. ആ SSLC എക്സാമിൻ്റെ മാർക്കിനെ ബേസ് ചെയ്താണ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മൾ മത്സര പരീക്ഷകളും ഒക്കെ മുന്നോട്ട് എഴുതുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്, മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് നമ്മുടെ ഹൈസ്കൂൾ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാ സ്റ്റേജിലും, ഈവൻ കോമ്പറ്റേറ്റീവ് എക്സാംസിലും, മത്സര പരീക്ഷകൾ, മറ്റ് സ്കോളർഷിപ്പ് എക്സാംസ്, ഒളിമ്പിയാഡ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷ SSLC എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സാറിനെ 100% ശ്രദ്ധിച്ച് മക്കൾ കേട്ടിരിക്കുക. സാർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസസ് നമ്മൾ പഠിക്കുകയാണ്. സാറിൻ്റെ വീഡിയോയിൽ കാണുന്ന കുട്ടികളെല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ സുഹൃത്തുക്കളിലേക്കൊക്കെ സാറിനെ ഒന്ന് പറയാൻ മറക്കരുത്. ഈ വീഡിയോ ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.